ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് മൊബൈലിലെ സ്റ്റോറേജ് ഫുൾ ആവുക എന്നുള്ളത് അല്ലേ. എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ നേരത്ത് അല്ലെങ്കിൽ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒക്കെ കാണിക്കുന്നതാണ് സ്റ്റോറേജ് ഫുൾ ആണെന്നുള്ളൊരു ഓപ്ഷൻ. ഔട്ട് ഓഫ് സ്റ്റോറേജ് ആണെന്നുള്ളത് എഴുതി കാണിക്കും. ഇതിനുള്ളൊരു പരിഹാരമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇത് എല്ലാവരുടെ ഫോണിലും ഉണ്ട്. നമുക്കത് സെറ്റ് ചെയ്ത് വെക്കാൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തു വെക്കാൻ പറ്റുന്നതാണ്. നമ്മൾ പലരും നോക്കുന്നത് നമ്മുടെ ഗാലറിയിൽ പോയി നോക്കും, അപ്ലിക്കേഷൻസ് നോക്കും. ഇതൊക്കെ ഓരോന്ന് പല സ്ഥലങ്ങളിൽ സ്കാറ്റേഡ് ആയിട്ട് ഇങ്ങനെ ചെതറി കിടക്കുകയാണ്. പല സ്ഥലത്ത് പോയിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യണം. പക്ഷെ നമ്മുടെ ഫോണിൽ തന്നെയുള്ള ഈ ഒരു സെറ്റിംഗ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് 100% നമുക്ക് തന്നെ മാക്സിമം സ്റ്റോറേജ് ലാഭിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഓപ്ഷനാണ് ഞാൻ പറയുന്നത്. അതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു അടിപൊളി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകാം. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം നമുക്കറിയാം നമ്മുടെ ഫോണിൽ ഉണ്ടാവുന്ന ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഗാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗാലറിയിലും അനവധി ഫോട്ടോസ്, വീഡിയോസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസ് നമുക്കറിയാലോ, നമ്മളെ സെറ്റിംഗ്സിലൊന്ന് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ആപ്സ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആപ്സ് കാണാൻ സാധിക്കും. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക. ആപ്സിൽ ആപ്പ് മാനേജ്മെന്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുണ്ടായ ഡിഫോൾട്ട് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും അല്ലാതെ നമ്മൾ പ്ലേ സ്റ്റോർ വഴി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പക്ഷേ ഇതൊക്കെ അവിടെയൊക്കെ പോയിട്ട് നമുക്ക് സ്റ്റോറേജ് കാലിയാക്കുന്നതിന് പകരം നമ്മൾ ഈ സെറ്റിംഗ്സിലൊന്ന് ക്ലിക്ക് ചെയ്യാം. എല്ലാവരും കൃത്യമായിട്ട് നിങ്ങളുടെ ഫോണിലത് ചെയ്ത് വെക്കുക. വീഡിയോ കുറച്ച് ടൈം ഉണ്ട്, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഇവിടെ നമുക്ക് സ്റ്റോറേജ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്റ്റോറേജ് ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പല ഫോണുകളിലും വ്യത്യാസം ഉണ്ടാവും. പക്ഷെ എങ്ങനെയായാലും എല്ലാ ഫോണുകളിലും സ്റ്റോറേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ഓരോ സാംസങ്ങിലാണെങ്കിലും അങ്ങനെ പല ഫോണുകളിൽ VI അങ്ങനത്തെ പല ഫോണുകളും ഉണ്ടാവുമല്ലോ, എല്ലാത്തിലും വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ടത് സ്റ്റോറേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് സ്റ്റോറേജ് കാണുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, സ്റ്റോറേജിൽ നമുക്ക് 108 GB ആണ് കാണിക്കുന്നത്. നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെച്ചോളൂ. ലൈവായിട്ടാണ് കാണിച്ചിരുന്നത്. 108 GB ഉണ്ട്. അതായത് 128 GB ആണ് ടോട്ടൽ വരുന്നത്. 128 GB 108 നമുക്ക് GB ലാഭമാണ്. അതിൽ 1 GB എങ്കിലും നമുക്ക് ലാഭിക്കാൻ പറ്റിയാൽ നമുക്ക് അത്രയും ലാഭമാണ് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ താഴോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ആപ്പുകൾ, ഇമേജസ്, വീഡിയോസ്, ഓഡിയോസ്, അങ്ങനെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ ഫോണിലുള്ള സ്റ്റോറേജിലുള്ള എല്ലാ കാര്യങ്ങളും ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുകയാണ്. എന്തൊരു സുഖമാണല്ലേ നമുക്കത് കാണാൻ വേണ്ടിയിട്ട്. കാരണം ബാക്കിയുള്ളതെല്ലാം നമുക്ക് എവിടേക്കാണ് സ്റ്റോറേജ് നിൽക്കുന്നത് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ഓരോരോ ആപ്ലിക്കേഷൻസിൽ അല്ലെങ്കിൽ നമ്മൾ ഗാലറിയിലൊക്കെ പോയി നോക്കണം. ഇവിടെ നമുക്ക് ഇമേജസ് കാണുന്നുണ്ട്, അതിന്റെ മുകളിൽ ആപ്സ് കാണുന്നുണ്ട്. നിങ്ങളൊന്ന് ആപ്സിലൊന്ന് ആദ്യം ഒന്ന് ക്ലിക്ക് ചെയ്യാം. എത്രത്തോളം നിങ്ങൾക്ക് GB ലാഭിക്കാൻ പറ്റുന്നത് ഞാൻ ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നതും ഉപയോഗിക്കാത്തതുമായിട്ടുള്ള നിരവധി ആപ്ലിക്കേഷൻസ് നമ്മുടെ മുന്നിൽ തന്നെ ലൈവായിട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതിൽ ഏതാണ് നിങ്ങൾ തീരെ ഉപയോഗിക്കാത്തത്. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ തീരെ ഉപയോഗിക്കാത്തതാണ്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാൻ സാധിക്കും. ആദ്യം നമ്മൾ ക്യാഷ് ഡിലീറ്റ് ചെയ്യണം. അതിൻ്റെ മുകളിൽ ക്ലിയർ ഡാറ്റ കൊടുക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഏത് ആപ്ലിക്കേഷൻ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതിന് മുൻപും നമ്മൾ ഡാറ്റ ക്ലിയർ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിയിട്ട് കാര്യമില്ല. നമ്മൾ ഉപയോഗിച്ച ഡാറ്റ അവിടെ കിടക്കുകയും നമ്മുടെ ഫോണിലെ സ്റ്റോറേജ് അതേപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അത് ഡിലീറ്റ് ചെയ്തു, ഡാറ്റയും ക്ലിയർ ചെയ്തു. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഫോണിലും ചെയ്ത് വെക്കുക. അതിനുശേഷം മാത്രം, അതായത് ഡാറ്റ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ആ ഒരു അൺഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യുക. ഡാറ്റ ഒഴിവാക്കാതെ ഒരിക്കലും ചെയ്യരുത്. അതിനുശേഷം നിങ്ങൾ നോക്കാം മറ്റേതെങ്കിലും ആപ്ലിക്കേഷൻസ് ഇതുപോലെ നിങ്ങൾ അനാവശ്യമായിട്ട് അല്ലെങ്കിൽ ഉപയോഗിക്കാത്തതുണ്ടോ എന്നുള്ളത് നോക്കുക. പക്ഷേ ഇപ്പോൾ നിങ്ങൾ മുകളിലേക്ക് നോക്കൂ, 2 GB ലാഭിച്ചിട്ടുണ്ട്. അതായത് 108 ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്, ഇപ്പോൾ 106 ആയി മാറിയിട്ടുണ്ട്. അതാണ് ലൈവായിട്ട് ഞാൻ കാണിച്ചിരുന്നു പറഞ്ഞത്. ഇനി നമുക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻസ് നിരവധി ഉണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ്. പക്ഷേ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് മനസ്സിലാവും. അതിനുശേഷം നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക. രണ്ടാമത് ചെയ്യേണ്ടത് ഇമേജസ് ക്ലിക്ക് ചെയ്യുക. ഇമേജസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള പല ഫോൾഡറുകളായിട്ട് കിടക്കുന്നത്, ഇപ്പോൾ ക്യാമറയിൽ കിടക്കുന്നത്, ഡൗൺലോഡ്സ് കിടക്കുന്നത്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, നമ്മൾ ഉപയോഗിക്കുന്ന പല ആപ്ലിക്കേഷൻസിലും നമ്മൾ സേവ് ചെയ്തതും സേവ് ചെയ്യാത്തതും ഓട്ടോമാറ്റിക്കലി സേവ് ആയി പോയതും എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഫോണിൽ ഗാലറിയിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് കാണാനെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഈ രീതിയിൽ നമുക്ക് സ്റ്റോറേജിൽ കയറി കഴിഞ്ഞാൽ കണ്ടില്ല, ഇവിടെ കൃത്യമായിട്ട് നമുക്ക് അതെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് നോക്കുക. ഇതിൽ ഡിലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ആ പ്രിവ്യൂ ഒന്ന് നോക്കി നോക്കുക എന്താണെന്നുള്ളത്. അതിനുശേഷം ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം എഡിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചെക്ക് ബോക്സ് താഴെ ഇങ്ങനെ വരുന്നുണ്ട്. ഒന്നുകിൽ സെലക്ട് ഓൾ കൊടുക്കാം, നിങ്ങൾക്ക് മുഴുവൻ വേണ്ടാന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾ ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് ഏതൊക്കെയാണോ വേണ്ടാത്തത് അത് നോക്കുക. അല്ലെങ്കിൽ സെലക്ട് ഓൾ കൊടുത്തിട്ട് നമുക്ക് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ
ഈ പറഞ്ഞിരിക്കുന്ന ഇമേജുകൾ, നമുക്ക് വേണ്ടാത്ത ഇമേജുകൾ മൊത്തം നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു രീതിയിൽ GB ലാഭിക്കാൻ പറ്റും. ഇത് മാത്രമല്ല, ഏറ്റവും അവസാനം ഞാൻ കാണിച്ചു തരാം അത് എത്രത്തോളം നമുക്ക് ലാഭിക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ സർപ്രൈസ് ആവും. അപ്പോൾ ഇവിടെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇമേജസ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് നമുക്ക് വീഡിയോസ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോസ് ഇമേജസ് ഒക്കെ നമുക്ക് ലാസ്റ്റിലേക്ക് ഒരു സെറ്റിംഗ് കൂടി ഉണ്ട്. അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ മുഴുവനായിട്ട് ഡിലീറ്റ് ആയിട്ട് സ്റ്റോറേജ് നമുക്ക് മാക്സിമം കിട്ടുള്ളൂ. ഇവിടെ നമുക്ക് വീഡിയോയും അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോസ് ഇവിടെ കണ്ടില്ലേ, ഗാലറിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഗാലറിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്ന് നിൽക്കുകയാണ്, ഈ സ്റ്റോറേജിൽ സെറ്റിംഗ്സിൽ കാണിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണോ വേണ്ടാത്ത ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് അതൊക്കെ നമ്മൾ നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് മൊത്തം വേണ്ട നല്ലൊരു സ്റ്റോറേജ് നിങ്ങൾക്ക് ലാഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെലക്ട് ഓൾ കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് മുഴുവൻ ഡിലീറ്റ് ചെയ്തിട്ട് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഞാനൊരു 15 എണ്ണമാണ് സെലക്ട് ചെയ്തത്. അത് അത്ര തന്നെ ഡിലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി എന്നുള്ളത് ഞാൻ അവസാനം കാണിച്ചു തരാം. നിങ്ങൾ ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്ത് വെക്കുക. ഇപ്പോൾ കണ്ടില്ലേ, സ്റ്റോറേജിൽ നമുക്ക് ഈ കാണിക്കുന്ന 106 തന്നെയാണ് ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്. ഇനി നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്നത് ഓഡിയോസ് കാണിക്കുന്നുണ്ട്. ഓഡിയോസിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് വഴി നമുക്ക് കോൾ റെക്കോർഡിങ്സോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ ഓട്ടോ ആയിട്ട് ഡൗൺലോഡ് ആയി കിടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. കണ്ടില്ലേ, അത് നമുക്ക് ഇതേപോലെ തന്നെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എഡിറ്റ് ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം സെലക്ട് ചെയ്യുക. അതായത് ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കി നോക്കുക. വേണ്ടാത്തത് മാത്രമാണെങ്കിൽ അത് മാത്രം സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡിലീറ്റ് ഓപ്ഷൻ കൊടുക്കാൻ വേണ്ടി സാധിക്കും. ദെൻ ബാക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് ഡോക്യുമെന്റ്സ് വരുന്നുണ്ട്. ഡോക്യുമെന്റ്സിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ഡോക്യുമെന്റ്സ് ആണോ എന്നുള്ള ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് മൊത്തം സെലക്ട് കൊടുത്തിട്ട് എഡിറ്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് സെലക്ട് ഓപ്ഷൻ കൊടുത്തിട്ട് അത് മാത്രം ഡിലീറ്റ് ചെയ്യാം. മാത്രമല്ല ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏറ്റവും ടോപ്പിൽ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് നിൽക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഡോക്യുമെന്റ്സിൽ ഓൾ എന്ന് പറഞ്ഞതിലാണ്. അത് DOC ഉണ്ട്, അതുപോലുള്ള ഓരോരോ PDF ഇങ്ങനത്തെ ഓരോരോ ഓപ്ഷൻസ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതെല്ലാം കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം. അതിനുശേഷം നമ്മൾ ബാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോരോ ഓപ്ഷൻസ് സെപ്പറേറ്റ് കാണാം. ആർക്കൈവ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാം. ചിലതൊന്നും നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കില്ല, കാരണം അതൊക്കെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന കാര്യങ്ങളായതുകൊണ്ട്. റീസെന്റ് ഡിലീറ്റഡ് നമുക്ക് ഇവിടുന്ന് പറ്റില്ല. ഞാൻ അവസാനം കാണിച്ചു തരാം എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പോഴേ നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റോറേജ് ലാഭിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇനി നമുക്ക് ഈ ആർക്കൈവ്സിലേക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാൻ ഇപ്പോഴത്തെ കണ്ടീഷനിൽ പറ്റില്ല. ഇനി നമുക്ക് ജസ്റ്റ് താഴെയുള്ള ആ ക്ലിയർ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ആ ക്ലിയർ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതായത് നമ്മുടെ ഫോണിലുള്ള ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം, അതായത് അൺവാണ്ടഡ് ആയിട്ട് കിടക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ക്ലിയർ ചെയ്യാം. അത് എന്തൊക്കെയാണ് ക്ലിയർ ആയതെന്നുള്ളത് നമുക്ക് ഇവിടെ വ്യൂ ഡീറ്റെയിൽസ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ കാണാൻ സാധിക്കും. 956 MB നമ്മളിവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ആ ക്ലിയർ അപ്പ് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ കൊടുത്ത സമയത്ത് ഇവിടെ നമ്മൾ നോക്കൂ, ക്യാഷ് ജങ്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഏകദേശം ഒരു 956 MB നമുക്ക് ആ ക്ലീൻ അപ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ താഴെ കാണുന്നില്ലേ, അതൊന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അതൊന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഞാൻ ലാസ്റ്റിലേക്ക് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത്രത്തോളം നമുക്ക് ക്ലീൻ ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 105 ആയി മാറിയിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, 1 GB കൂടി നമുക്ക് ലാഭിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് ലൈവായിട്ട് ഞാൻ കാണിച്ചിട്ടാന്ന് പറഞ്ഞത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഗാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസൊക്കെ നമുക്ക് ഇവിടെ കാണുന്നുണ്ട് അല്ലേ. അവിടെ നമുക്ക് ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റീസെന്റ് ഡിലീറ്റഡ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൊട്ട മുകളിൽ ക്ലീനപ്പ് സജഷൻസ് കാണിക്കുന്നുണ്ട്. അതെല്ലാവരും ഒന്ന് നോക്കി നോക്കുക. ക്ലീനപ്പ് സജഷൻ്റെ ഈ ക്ലീനപ്പ് സജഷനിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഉണ്ടാവുന്ന റെക്കമെൻഡഡ് ഡിലീറ്റിംഗ് പറഞ്ഞിരിക്കുന്ന ഓപ്ഷനാണ്. നമുക്ക് റെക്കമെൻഡ് ചെയ്യുകയാണ് നമ്മുടെ ഫോൺ തന്നെ, സ്റ്റോറേജ് തന്നെ നമ്മളോട് റെക്കമെൻഡ് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് കാണിക്കുന്ന സ്ക്രീൻഷോട്ടുകൾ, അതായത് ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകൾ, ഇങ്ങനത്തെ പല കാര്യങ്ങളും നമ്മളോട് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാനുള്ള കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത്. അത് നമ്മളോട് തന്നെ പറയുന്നതാണ്. അപ്പോൾ നമുക്കത് നോക്കിയിട്ട് ഇപ്പോൾ കണ്ടില്ല, ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് എടുത്തിട്ടുണ്ട്. അതായത് നമ്മളുടെ ഫോണിൽ തന്നെ ഒരു ഫയൽ സേവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കൂടെ തന്നെ മറ്റൊരു ഫയലും കൂടി സേവ് ആവുന്ന കാര്യമാണ് ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ എന്ന് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ നമുക്ക് അനാവശ്യമായിട്ട് നമ്മുടെ ഫോണിൽ സ്റ്റോറേജ് ഫില്ലാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊന്ന് നോക്കിയതിന് ശേഷം, അതായത് പ്രിവ്യൂ താഴെ കാണിക്കുന്നുണ്ട്, അതിന്റെ സൈഡിൽ തന്നെ കാണിക്കുന്നുണ്ട്, അത് കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം വേണം നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ. അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് നമുക്ക് ഇതേപോലെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സ്ക്രീൻഷോട്ടുകൾ താഴെ കാണിക്കുന്നുണ്ട്, അതായത് അനാവശ്യമായിട്ട് വന്ന സ്ക്രീൻഷോട്ട്, 1-2 പ്രാവശ്യം വന്ന സ്ക്രീൻഷോട്ട്. പിന്നെ അതിനുശേഷം നമുക്ക് റീസെന്റ് ഡിലീറ്റഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് താഴെ തന്നെ, റീസെന്റ് ഡിലീറ്റഡ്. അത് കൂടി നമ്മൾ ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് മൊത്തമായിട്ട് നമുക്ക്
സ്റ്റോറേജ് ലാഭിക്കാൻ സാധിക്കുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത് മൊത്തം ഈ റീസെന്റ് ഡിലീറ്റ്. അപ്പോൾ പലർക്കും ഉള്ളൊരു പ്രശ്നം വീഡിയോ മുഴുവൻ കാണാതെ ഈ റീസെന്റ് ഡിലീറ്റഡ് മുഴുവൻ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ സ്റ്റോറേജ് അതുപോലെ തന്നെ കാണിക്കും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഈ റീസെന്റ് ഡിലീറ്റഡ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് മൊത്തമായിട്ട് സെലക്ട് ഓൾ കൊടുത്തിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിയാൽ മൊത്തമായിട്ട് ലാഭിക്കും. ഇനി ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് വേണ്ട അറിയാതെ ഡിലീറ്റ് ചെയ്ത് പോയതാണെങ്കിൽ അത് മാത്രം ചെക്ക് ബോക്സ് ഒഴിവാക്കിയിട്ടും നിങ്ങൾക്ക് ഡിലീറ്റ് കൊടുക്കാം. അപ്പോൾ അത് മാത്രമായിട്ട് നമുക്ക് റീസ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷനും അതിലുണ്ട്. ഇനി നമുക്ക് ഇത് ലൈവായിട്ട് തന്നെ നമ്മൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന സ്റ്റോറേജിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി നോക്കൂ. 101 MB, ഏകദേശം 7 GB നമുക്ക് 101 GB അല്ലേ, ഏകദേശം 7 GB നമുക്ക് ലാഭിക്കാൻ സാധിച്ചിട്ടുണ്ട്. അടിപൊളി ഓപ്ഷൻ അല്ലേ? ഇതെല്ലാവരും നിങ്ങളുടെ ഫോണിലൊന്ന് ചെയ്തിട്ട് മനസ്സിലാക്കി വെക്കുക. നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്റ്റോറേജ് ലാഭിക്കാൻ ഇതുവഴി സാധിക്കുന്നതാണ്. ഇതെല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്.